ഇതാ നമുക്ക് കുറച്ച് നല്ല അടിപൊളി കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൊള്ളി എന്ന് പറയും. അപ്പോൾ ഇത് വേറെ എവിടുന്നുമല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ ഇതാ കുക്കിംഗ് ഞാനല്ലേ, ഞാൻ ഇന്ന് വെറും ക്യാമറാമാൻ മാത്രം. അപ്പോൾ ക്യാമറാമാനും അല്ല, ഇതിൻ്റെ ക്യാമറാമാൻ വേറെ ആളാണ്. അപ്പോൾ ഇതിപ്പം കുക്കിംഗ് ചെയ്യുന്നത് വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് വെച്ച് നല്ല അടിപൊളി കിഴങ്ങ് വറുത്തത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്, ഞാനല്ല സിസ്റ്റർ. അപ്പോൾ ഇതൊന്ന് സക്സസ് ആയാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഒന്നും കൂടി ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഒരു സാമ്പിൾ എടുത്ത് നമ്മുടെ കിഴങ്ങൊന്ന് വറുത്തെടുത്ത് നമ്മുടെ നല്ല ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം പോലെ നല്ല അടിപൊളിയായി കറുമുറാന്നുള്ള സ്നാക്സ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കിഴങ്ങെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ കിഴങ്ങ് നമ്മൾ നല്ലോണം കഴുകി ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല അടിപൊളി നാച്ചുറൽ ആയതുകൊണ്ട് യാതൊരു കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് നല്ല നീളത്തിൽ നല്ല ലൈറ്റ് നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കണം. അതായത് വളരെ നേർത്ത് ഒരു നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നില്ലേ പൊട്ടറ്റോ, അതുപോലെ അതിലും നേർത്തതായി കട്ട് ചെയ്താൽ അത്രയും വേഗം നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നീളത്തിൽ നല്ല അടിപൊളി എല്ലാം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആൾ. അപ്പോൾ കട്ട് ചെയ്ത് സ്ലൈസിൽ ഒരാളെടുത്ത് കാണിക്കുന്നുണ്ട്, വേറെ ആരുമല്ല, പിന്നെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ തോന്നും. അപ്പോൾ നാളെ നല്ല വൃത്തിയിൽ അടിപൊളിയായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്ലൈസർ ഉണ്ടെങ്കിൽ വേഗം പണി കഴിയും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പിന്നെ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. അല്ല നമുക്ക് ഈ ചിപ്സ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ലൈസ് ചെയ്യുന്ന സ്ലൈസേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എളുപ്പത്തിൽ പണി തീർന്നു. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കപ്പയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ഹാർഡല്ല, കുറച്ച് നല്ല സോഫ്റ്റാണ്, കട്ട് ചെയ്യാൻ അത്ര വലിയ പാടില്ല. അപ്പോൾ നമ്മളതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളൊരു ചീനച്ചട്ടിയിൽ ഒരുപാടൊന്നും എണ്ണ വേണ്ട, നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പാകത്തിലുള്ള എണ്ണ മാത്രം മതി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണേൻ്റെ അകത്താട്ടാണ് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ആ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ. അപ്പം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ കിഴങ്ങ്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവുന്നുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മളത് എണ്ണേൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം തീ കൂട്ടി വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൊരിഞ്ഞെടുക്കണം. കാരണം നമ്മളധികം ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കുന്ന സമയത്ത് സംഭവം വേഗം കരിഞ്ഞു പോകും, പക്ഷെ ഒട്ടും ക്രിസ്പി ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അധികം ഹൈ ഫ്ലെയിമിൽ വെച്ച് കത്തിക്കാണ്ടിരിക്കുക. ഒരു മീഡിയം ടു ഹൈ ആ ഒരു ലെവലിൽ പിന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം ഇതുപോലെ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ കൂടുതൽ ഹെൽത്തി അല്ല, എന്നാലും നമുക്ക് വല്ലപ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ പുറത്തു നിന്ന് ബേക്കറീസിൽ നിന്നെല്ലാം വാങ്ങുന്നത് എത്രത്തോളം ഹെൽത്തിയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവർ യൂസ് ചെയ്ത ഓയിൽ തന്നെ വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്തിട്ടായിരിക്കും അവർ സംഭവങ്ങൾ വിൽക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളതറിയാതെ നമ്മളെല്ലാവരും കുറച്ച് മെനക്കെടാൻ മടിയുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യും, വേഗം ബേക്കറീസിൽ നിന്ന് തന്നെ പോയി വാങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്സ് ഐറ്റംസ് എല്ലാം നമുക്ക് തന്നെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ ഉപയോഗിച്ച ആ ഓയിൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കാണ്ട് നിന്നാൽ മതി. ആ ഒരു ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെങ്കിലും ആ ഒരു ദിവസത്തേക്ക് മാത്രം യൂസ് ചെയ്യുക, പിന്നീടുള്ള ദിവസത്തേക്ക് അത് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്ത എണ്ണ എടുത്ത് പിന്നീട് പപ്പടം കാച്ചാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ പരമാവധി ഒഴിവാക്കലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കിയ ഓയിൽ ആ ദിവസം തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതല്ലാണ്ട് അടുത്ത ദിവസത്തേക്ക് വെക്കുന്ന പരിപാടിയില്ല.
ശരിക്കും നമ്മൾ ലാഭിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിനോട് തന്നെ വലിയൊരു ചതി ചെയ്യുകയാണ്. അപ്പം നമ്മൾ പരമാവധി ഓയിൽ കുറച്ച് ഉപയോഗിക്കുക. ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് എടുത്ത് ഒഴിച്ച് അതിൻ്റെ അകത്ത് ഫ്രൈ ചെയ്ത് ബാക്കി വരുന്നത് നമ്മൾ സേവ് ചെയ്തിട്ട് പിന്നീട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പം നമ്മൾ കിഴങ്ങ് നല്ലോണം ഫ്രൈ ആയിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ല അടിപൊളിയായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പോർഷൻ ആക്കിയത് ഞാനൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ല എരിവ് വേണ്ട എന്നുള്ള ആൾക്കാർക്ക് മുളക് പൊടി ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ശരിക്കും മുളക് പൊടി ഇട്ട് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.